അതേപോലെ തന്നെ 2 രൂപയ്ക്ക് രാജ്മ ഇതും കിട്ടും. അപ്പോൾ ഈ രാജ്മയും ചാവലും കഴിച്ചുകൊണ്ട് ജീവിക്കുക. പഞ്ചാര ഉണ്ടാവും ഒരു ഡ്രമ്മ നിറച്ചിട്ട് വിൻ്റർ സീസണിലേക്ക്. അതിൽ നിന്ന് ലൈഫ് മാറി. ഇന്നവിടെ സിനിമ തിയേറ്റേഴ്സ് ഉണ്ട്, ഇന്നവിടെ കംപ്ലീറ്റ് ഫോറിൻ ഫാസ്റ്റ് ഫുഡ് ജോയിൻസ് ഉണ്ട്. ഇതൊന്നും കേട്ടുകേൾവില്ലാത്തൊരു കാശ്മീരിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വെറും അവിടുത്തെ ലോക്കൽ ഫുഡും ഫ്രൂട്ട്സും ആ ഒരു ഉണക്ക റൊട്ടിയുണ്ട്, വലിയ റൊട്ടി, അത് പൊടി പിടിച്ച് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതും വാങ്ങിച്ച് തിന്നുകൊണ്ട് നടക്കുന്ന ഒരു കാശ്മീർസ് ഉണ്ടായിരുന്നു. ഇന്നതല്ല. ഇന്നവിടെ ഫാസ്റ്റ് ഫുഡ് ജോയിൻസും നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും കിട്ടും. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയില്ലേ കാശ്മീർ? സോ അതിനെയാണെന്ന് ഈ ഒരു അറ്റാക്ക് കൊണ്ട് തകർക്കാൻ ഇവന്മാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാശ്മീരിൻ്റെ ആ ഒരു റിയാക്ഷനോടെ കണ്ടപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ട്. കാശ്മീർ അത്ര പെട്ടെന്നൊന്നും ഫോളോ ചെയ്യില്ല. കാരണം ഇന്ന് ജനങ്ങൾ മാറി. അവർക്കിനി നിങ്ങൾക്ക് അവരെ അങ്ങനെ അങ്ങ് പേടിപ്പിക്കാൻ പറ്റില്ല. ഇത് പേടിപ്പിച്ചത് അവർ ടൂറിസ്റ്റുകളെ കൊന്നിട്ടാണെങ്കിലും പേടിപ്പിക്കാൻ ഉദ്ദേശിച്ച കാശ്മീരീസിനാണ്. അതാണ് ഞാനിപ്പോൾ സംസാരിച്ചുള്ളൂ അവിടുത്തെ ലോക്കലായിട്ട്. അവൻ ഷോപ്പിയാനിലും അവൻ പറഞ്ഞു, സാർ ഞാൻ ആനന്ദനാഗിൽ പോയിട്ട് ഇരിക്കുകയാണ് അപ്പം, പക്ഷെ ഞാൻ ഷോപ്പിയാനിലും ഇവിടെയും പോയി. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സാർ, മൂകരായിട്ട്. മറ്റത് വയലൻ്റ് ആവുമായിരുന്നു അവർ. ഇങ്ങനെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വണ്ടികളൊക്കെ കല്ലെടുത്തെറിയുക, അങ്ങനെയൊക്കെ ആയിരുന്നു കാശ്മീരീസ്. ഇതവർ ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ്. ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ. മറ്റത് ഇങ്ങനെ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ അവന്മാർ എല്ലാവരും മറ്റും വയലൻ്റ് ആവും. നമ്മുടെ സിവിൽ കാറുകളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കാറുകൾ പോകുന്നുണ്ട്, ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ദാറ്റ്സ് എ ഗുഡ് സൈൻ. അവർ കരയുന്നു. മറ്റവരൊരിക്കലും കരയില്ലായിരുന്നു. അവരെന്താ പറയുക, ഓ ഇന്ത്യക്കാരാണ്. ഇന്ന് അവർ ഇന്ത്യക്കാരായി. അത് തന്നെ വലിയൊരു സൈനല്ലേ ഇത്. അതിനെ നിങ്ങൾ തകർക്കാൻ വേണ്ടി ശ്രമിക്കരുത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാശ്മീരിനെ ഇങ്ങനൊരു ലെവലിലേക്ക് കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നത്. അതിന് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ദിസ് BJP ഗവൺമെൻറ്. ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളതും 370 ആർട്ടിക്കിൾ എന്നുള്ളത് ഞാൻ പണ്ടേ പറയാം, ഞാൻ അവിടെ സർവീസ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു 370 ആർട്ടിക്കിളും വെച്ചുകൊണ്ട് ഇവർ നടക്കുന്നത്? കാരണം അതിൻ്റെ ഗുണം ഈ 2 ഫാമിലിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടല്ലേ മുഫ്തി മുഹമ്മദ് സയ്യിദ് ഇങ്ങനെ എന്താ പറഞ്ഞത്, ഫറൂഖ് അബ്ദുള്ള 370 ആർട്ടിക്കിൾ ഹൊടായക തു മേരെ ഖൂൻ കോ ഊപ്പർ മേരെ ജാൻ കോ ഊപ്പർ എന്ന് പറഞ്ഞത്. ഒന്നും നടന്നില്ല. അവരെ മാറ്റിയും കൊടുത്തു, അവർ അക്സെപ്റ്റ് ചെയ്തു. ജനങ്ങളിപ്പോൾ മനസ്സിലാക്കി അത് ശരി, ഇവർ നമ്മളെ പറ്റിക്കായിരിക്കും എന്നുള്ളത്. അപ്പം എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് സൈഡ് വരുന്ന സമയത്ത് അതിലോട്ട് നെഗറ്റീവായിട്ട് ഇനി പാകിസ്ഥാനെ കയറ്റരുത്. കാശ്മീരിനെ കയറ്റരുത്. ഞങ്ങൾ ഒരു 3 ദിവസം മുമ്പ് മൈത്രേയൻ ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. മേജർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. കേൾക്കട്ടെ. രാജ്യസ്നേഹം എന്ന് പറയുന്നത് വളരെ ഈ മത തീവ്രവാദം പോലെയാണ് രാജ്യസ്നേഹം. അന്യരെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവനെ ആ ലെവലിലെ രാജ്യസ്നേഹിയാവൂ. ഐ ആം പ്രൗഡ് ബീയിങ് ആൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവനെ വെറുക്കാൻ തുടങ്ങും. നാട്ടിനകത്തെ അധികാരമുള്ളവർ സാധാരണ പട്ടാളക്കാരാക്കും. അവരെ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലും. പാകിസ്ഥാനിൽ മിന്നൽ യുദ്ധം ചെയ്ത് വിജയിച്ചു എന്നൊക്കെ പറയുന്നത് പ്രാകൃതമായ രോഗമാണ്. അവർ ചെയ്യുന്ന ആ ദ്രോഹപ്രവൃത്തി നമ്മൾ ആവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കും. നമ്മുടെ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലത്ത് പറയുന്ന വരിയാടൂ. രാജാക്കന്മാർക്ക് ആ ശത്രുക്കളുള്ളത്. ഓരോ പട്ടാളക്കാരനും ജോലിക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. കൂലി കൊടുക്കാതിരിക്കുക. എത്ര പേര് രാജ്യസ്നേഹം കാണിക്കും? ഈ മേജർ രവി സഹിതം. അതുകൊണ്ട് ദേശീയതയല്ല നമുക്ക് വേണ്ടത്, പട്ടാളമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പാലം പണിയുന്നതാണ് ചൈനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടവും റോഡ് ഉണ്ടാക്കുകയും പാലം ഉണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് സ്നിപ്പറ്റ്സ് ആണ്. ഇതിനിപ്പം റിയാക്ഷൻ വേണമെന്നുള്ളതാണ് സാറിൻ്റെ പേരുൾപ്പെടെ പറഞ്ഞതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. ചില വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ അത് നമുക്കൊന്നും ഒരിക്കലും സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഈ മനുഷ്യൻ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എന്ത് സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാറ് പോലുമില്ല. കാരണം ശ്രദ്ധിക്കാൻ അതിനകത്തൊന്നുമില്ല. ആ വ്യക്തിനെ ഞാൻ അങ്ങനെ അങ്ങ് വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം അദ്ദേഹം എന്നെ തെറി വിളിച്ചു കഴിഞ്ഞാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ മീ. എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എന്നെ തെറി വിളിച്ചു കഴിഞ്ഞാൽ അതാരായാലും അവൻ്റെ കവാലക്കുറ്റി ഞാൻ അടിച്ച് പൊട്ടിച്ചിരിക്കും. പക്ഷെ അങ്ങനെ ആരും ചെയ്യുന്നില്ലല്ലോ.
നമ്മളൊരു സ്ഥലത്ത് നടക്കുന്ന സമയത്ത് നമ്മുടെ നമ്മളെന്താണെന്നുള്ളത് നമുക്കറിയാം. അത് ഞാൻ മറ്റുള്ളവരെ കൺവീനിയൻ്റ് ആവശ്യമില്ല. എനിക്കറിയാം ഞാൻ എന്താണ് മറ്റെന്താണെന്ന്. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ പലത് ഇതിപ്പം പരസ്യമായിട്ട് പറഞ്ഞു, പലരും പരസ്യമല്ലാതെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ ഈ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കമൻറ്റുകളൊക്കെ നമ്മൾ കാണുന്നത്. ഇവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോസിറ്റീവ് വൈബ് വേറെ എവിടെയെങ്കിലും പോകും, വിഷൻ പോവും എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ള ഒരു വ്യക്തിയാണ്. ഒരുത്തിനെ കുറിച്ച് ഞാൻ ഇപ്പം പലരും യൂട്യൂബേഴ്സ് പലരും നമുക്ക് ട്രോൾ അതൊക്കെ ചെയ്യുമായിരിക്കും. അത് അവരുടെ വയറ്റുപിഴപ്പാണ്. അവർ ജീവിച്ചു പോട്ടെ. അതിനെ ഞാനത് എടുത്തിട്ട് ചിന്തിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടും, എൻ്റെ കഥയിലൊരു ഐഡിയ കിട്ടുമോ? ഇല്ല. പിന്നെ എന്തിനു ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു സംഭവം കഴിഞ്ഞ് എൻ്റെ അടുത്ത ആൾക്കാർ എന്നോട് പറയണം, എൻ്റെ പല സുഹൃത്തുക്കളും പറയും നിങ്ങളാണ് കറക്റ്റ്, പറയാനുള്ളത് ഫേസ്ബുക്ക് ലൈവിലും കയറിയിരുന്നെങ്കിൽ പറയും, അത് ഞാൻ എൻ്റെ പാട്ടിലങ്ങ് പോകും. അതിൻ്റെ താഴത്ത് എന്ത് കമൻറ്റ് വരുന്നു, എത്ര വരുന്നു എന്നുള്ളത് ഐ ഡോണ്ട് ഈവൻ ബോദർ. ലൈവിലിരിക്കുമ്പോൾ ചില കമൻറ്റുകൾ നമുക്ക് കാണാം, അവർക്ക് ചിലപ്പോൾ മറുപടി കൊടുക്കും. ബാക്കി അതിൻ്റെ നെഗറ്റീവാണോ പോസിറ്റീവാണോ? എൻ്റെ അഡ്മിനുണ്ട്. അഡ്മിൻ പണ്ടൊക്കെ ഷീ യൂസ് ടു ഗെറ്റ് എക്സൈറ്റഡ്, മക്കളെ ഇത് ഇങ്ങനെയാണോ അങ്ങനെ. ഞാൻ പറഞ്ഞത് എനിക്ക് വല്ല പ്രാന്തമുണ്ട്, നീ എന്തിനാ അതൊക്കെ വായിക്കാൻ പോകുന്നത്? അവസാനം ഷീ ആൾസോ സ്റ്റോപ്ഡ്. സോ നമുക്ക് പറയാനുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോകും. ഇപ്പം ഇദ്ദേഹത്തെ പോലെ ഒരാൾ മേജർക്ക് ശമ്പളത്തിന് ഇപ്പോൾ അത് ആ ശമ്പളത്തിനായിരുന്നു ഞാൻ പോയത്. പക്ഷെ ഞാനറിയാതെ ഞാൻ ഒരു ദേശസ്നേഹി ആയത് എങ്ങനെയെന്നുള്ളത് അത് അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയം ഞാൻ ചിലവാക്കുന്നില്ല. കാരണം മനസ്സിലാവില്ല അത്. ഈ ദേശസ്നേഹം എന്ന് പറയുന്നത് വെറും പട്ടാളത്തിൽ പോയതുകൊണ്ടുള്ളതല്ല. തന്നെപ്പോലെ ഒരുത്തനും ദേശസ്നേഹം ഉണ്ടായിരിക്കണം. അത് താൻ ചെയ്യുന്ന പ്രവൃത്തിയിലാണ്. തന്നെക്കൊണ്ട് മറ്റൊരാൾക്കൊരു ഉപദ്രവമില്ലാതെ ജീവിക്കുന്നതിനൊരു ദേശസ്നേഹിയാണ്. താൻ കൊണ്ട് ഒരു കാർ കൊണ്ടുപോയിട്ട് നടു റോഡിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ക്രിയേറ്റിംഗ് പ്രോബ്ലം ഫോർ അതേഴ്സ്. പിറകിൽ വരുന്ന ആംബുലൻസിന് പിന്നീട് താൻ പറയും ഞാനൊരു സിഗരറ്റ് വലിച്ചിട്ട് വരട്ടെ 1 മിനിറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടി അവിടെ നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഈ 1 മിനിറ്റിൻ്റെ ഉള്ളിലേക്ക് ആംബുലൻസ് വരുന്നു. ഈ ആംബുലൻസ് തൻ്റെ കാർ മാറ്റാൻ വേണ്ടി അവിടെ 30 സെക്കൻഡ് മാറിയുന്നു. ആ 30 സെക്കൻഡിൽ ജീവൻ പോകും. ഇവിടെയാണ് രാജ്യസ്നേഹം. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഉപദ്രവകാരി ആവരുത്. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? അല്ലെങ്കിൽ ഞാനെന്തോ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഇൻ്റലക്ച്വലാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പലതും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസ്നേഹത്തിനെ വ്യാഖ്യാനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്കൊന്നും നമ്മൾ മറുപടി കൊടുക്കരുത്. ഞാനിതിന് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഐ ഗോട്ട് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. ഇവരോടൊക്കെ ചോദിച്ചു നോക്കും, ഇവർ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ഇങ്ങനെ കുറവ് വെളിപ്പടിക്കുക എന്നുള്ളതല്ലാതെ, ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയുക എന്നുള്ളതല്ലാതെ നിങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത് എനിക്കറിയാം.